ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് എലിഫൻ്റ കേവിലേക്കാണ്. എലിഫൻ്റ കേവിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന ജങ്കാർ കയറിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. കടലിൽ കൂടെയുള്ള ഒരു ലോങ് യാത്രയാണ്. ഏകദേശം 1 അവർ കൂടുതലുണ്ട്. നമ്മൾ ഇവിടുന്ന് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ നിന്ന് എവിടം വരെയാണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ നിന്ന് നമ്മളുടെ എലിഫൻ്റ കേവിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് 260 ആണ് ടിക്കറ്റ് റേറ്റൊക്കെ കുറച്ച് കൂടുതലാണെന്ന് തോന്നി. പക്ഷെ അത്രയും യാത്ര ഉണ്ട് കേട്ടോ, നല്ലൊരു 1 അവർ മേലെയുള്ള യാത്രയുണ്ട്. സോ ടിക്കറ്റൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് ഞങ്ങളിതേ നേരെ ജങ്കാറിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം കടലിൽ കൂടെയാണ് യാത്ര. കടലിൽ കൂടെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ കണ്ട ടോപ്പ് ഫ്ലോറാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ താഴെ ആൾക്കാർ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ടോപ്പിലേക്ക് വന്നത്. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നല്ല മഴയായിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടി വന്നു. ഇറ്റ്സ് ഓക്കെ, ടോപ്പിലിരുന്നാലും നല്ല നല്ല രീതിയിൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാം. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും നമ്മുടെ താജ് ഹോട്ടലൊക്കെ ഇങ്ങനെ അകന്നകന്ന് പോകുന്നുണ്ട്. സോ അറ്റ് ദ സെയിം ടൈം വേറൊരു ജങ്കാറും കൂടെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരേ സമയത്ത് 3 ജങ്കാർ വരെ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. നല്ല യാത്രയുണ്ട്, കാരണം അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. 1.5 മണിക്കൂറോളം ട്രാവൽ ചെയ്താണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ നിന്ന് എലിഫൻ്റ കേവ് വരെ എത്തേണ്ടത്. അത് ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ട്രാവലൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ മുംബൈ ഹൈ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ പെട്രോളിയം അതൊക്കെ കുഴിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മുംബൈയിൽ അതിലെ കൂടെയൊക്കെയാണ് പോകുന്നത്. സോ ഈ നമ്മുടെ പിന്നെ ഇവിടെ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നിറയെ ചരക്ക് കപ്പലുകൾ വന്ന് കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇതും അതിനകത്ത് ഇടുന്നതാണ്. നിറയെ ചരക്ക് കപ്പലുകളും ഉണ്ട്. പിന്നെ നമ്മുടെ ബിസിനസ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന കപ്പലുകളും വ്യവസായം അങ്ങനത്തെ ഒരു തുറമുഖമാണിത്. സോ അങ്ങനത്തെ കുറേ കപ്പലുകളും അവിടുത്തെ എണ്ണക്കനികളും പിന്നെ ഡിഫൻസ് ഷിപ്പുകളും അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ക്രൂസുകളൊക്കെയാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ക്രൂസുകൾ കാണുന്നത്. മോസ്റ്റ്ലി നമ്മൾ മാലദ്വീപ്സിൽ പോയപ്പോൾ, മ്യാൻമാറല്ല, മാലദ്വീപ്സിൽ പോയപ്പോൾ ഇതേ കണക്കുള്ള ഷിപ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേ നോക്കുകൊണ്ട് നിറയെ ഷിപ്പുകളുണ്ട്. ഈ യാത്രയും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അവസാനം നമ്മൾ എത്തി ഗൈസ്, എത്തി. പിന്നെ അതേ അവിടെ നമ്മുടെ ബോട്ട് ഇറങ്ങിയെടുത്തു നിന്നും കുറേ പോകാനുണ്ട്. ഏകദേശം ഒരു 30 മിനിറ്റോളം നടന്നു പോകാനുണ്ട്. പിന്നെ ഇടയ്ക്കൊരു ടോയ് ട്രെയിൻ ഉണ്ട്. ആ ടോയ് ട്രെയിനിന് നിൽക്കുന്ന 5 റുപ്പീസ് എന്തോ ആണ് ടിക്കറ്റ്. അവിടുന്ന് നമ്മൾ ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണ്. അതെ, ടോയ് ട്രെയിനിൽ കയറി പകുതി വരെ കൊണ്ടുവിടും. അവിടുന്ന് നമ്മളിങ്ങനെ നടന്നു വേണം അങ്ങോട്ടേക്ക് എലിഫൻ്റ കേവിലേക്ക് പോകാൻ. ടോയ് ട്രെയിൻ യാത്ര അത്യാവശ്യം നല്ല സൂപ്പറായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴും നമുക്ക് നല്ല കാറ്റുണ്ട്, നല്ല മഴയും വരുന്നുണ്ടായിരുന്നു. സോ ഈ ടോയ് ട്രെയിനിൽ കയറി നമ്മൾ എലിഫൻ്റ കേവിലേക്കുള്ള എൻട്രൻസിലെത്തി. ആ കേവിലേക്ക് പോകുന്ന വഴിയുടെ 2 സൈഡിലും നിറയെ കച്ചവടക്കാരുണ്ട്. സോ കുറേ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളും പിന്നെ ബാംഗിൾസ്, പിന്നെ കുറച്ച് ഇങ്ങനെ കരകൗശല വസ്തുക്കൾ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നടന്നു പോകുമ്പോൾ ഭയങ്കര സൈഡിൽ നിർത്തിയിട്ടേക്കുന്ന ചെയറുകൾ കണ്ടില്ലേ? ഈ ചെയറുകളിനകത്ത് ആൾക്കാരെ ഇരുത്തി മേളിൽ വരെ കൊണ്ടുപോകും. പിന്നെ എലിഫൻ്റ കേവ്സിൻ്റെ അകത്തെത്തി. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതിന് ശേഷം നമ്മളിവിടെ എത്തി. ശരിക്കും എലിഫൻ്റ കേവ്സ് അവർ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവിടെ തന്നെയുള്ള ആൾക്കാർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരും. അവിടുത്തെ പണ്ടത്തെ ഒരു ഏൻഷ്യൻ ടൈമിലുള്ള ഒരു കേവാണ് ഇവിടെ കുറേ സ്തൂപാസൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. വലിയ ഈ പേര് പോലെ തന്നെ എലിഫൻ്റ് വലിപ്പത്തിലുള്ള കേവ്സാണ് എല്ലാം. നമ്മൾ ഏകദേശം അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴ പെയ്ത് നിങ്ങൾക്ക് കാണാം. മഴ കാരണം ഞാനിങ്ങനെ ഇറങ്ങണോ വേണ്ടയോ എന്ന് ആലോചിച്ചിങ്ങനെ മടിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല മഴയാണ്. താഴെയുള്ള വെള്ളമൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം. സോ ഇതേപോലെയുള്ള ഏകദേശം 7 കേവുകളോളം ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടിട്ടിറങ്ങിയത് ഒരു കേവ്. അതേപോലെയുള്ള 7 കേവുകളുണ്ട്. മഴ പെയ്ത് അവിടുത്തെ ചെറിയ കുഴികളൊക്കെ വെള്ളം നിറഞ്ഞ് നിൽപ്പുണ്ട്. ഇത് മറ്റേ ഗുണ കേവ് ഒന്നുമല്ല കേട്ടോ, കുറേയധികം വെള്ളം നിറഞ്ഞൊക്കെ നിൽപ്പുണ്ട്. ഇത്തരത്തിലുള്ള 7 കേവുകളുണ്ട്. ഈ 7 കേവിലും ഇതേ കണക്ക് ഓരോ സ്തൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. മെയിൻലി ബുദ്ധ, ശിവലിംഗം അങ്ങനെയൊക്കെയുള്ള ആർക്കിടെക്ചറുകളൊക്കെയാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ കല്ലിൽ തന്നെ കൊത്തിയ ശില്പങ്ങളാണ്. ഇത് 2ാമത്തെ കേവാണ്. അവിടെ ആൾക്കാർ നിന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിനകത്തും കുറേ സാധനങ്ങളുണ്ട്.
പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ട് കാണാനൊന്നുമില്ല. ഈ എലിഫൻറ്റ് വലിപ്പത്തിലുള്ള ഈ കേവുകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്ത് കൊത്തിവെച്ച സ്തൂപങ്ങളെക്കാട്ടിലും എലിഫൻറ്റ് വലിപ്പത്തിലുള്ള ഈ കേവുകളാണ്. ഇത് അടുത്ത 3ാമത്തെ കേവ്. ഇതേകണക്കുള്ള അങ്ങനത്തെ ഒരു 6-7 കേവുകളോളം ഉണ്ട്. പിന്നെ നമുക്കുണ്ട് ഈ സൈഡിലായിട്ട് കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ മരത്തിൽ നിറയെ കുരങ്ങന്മാരും ഒക്കെ ഉണ്ട്. അതായത് ഒരുത്തൻ നമ്മളുടെ താഴെ വന്നിരിക്കുന്നുണ്ട്. ജസ്റ്റ് അവനെ ഒന്ന് കളിപ്പിച്ച് അടുത്തൊരു കേവിലേക്ക് എത്തി. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. അവിടുത്തെ തൂണുകൾക്ക് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഒരു 1 ടൈം വാച്ച് ശേഷം നമ്മൾ താഴെ വന്ന് ഫുഡൊക്കെ കഴിച്ചു.